പാലക്കാട് ചിറ്റൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതന്റെ പ്രചാരണം ആവേശത്തോടെയാണ് പുരോഗമിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടില്ലെന്ന് സുമേഷ് അച്യുതൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആവേശകരമായ പ്രചരണം തന്നെയാണ് ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ജനങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വികസനം നടന്നില്ല എന്നുള്ള പരാതിയാണ്. അത് മറികടക്കുക, അത് അവർക്ക് നേടിക്കൊടുക്കുക, അവർക്ക് അവകാശപ്പെട്ട വികസനം നേടിക്കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മൾ അവർക്ക് വാഗ്ദാനം. വികസന പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാന പ്രശ്നം. ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ കണക്ക് പറയുന്നതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഒരു വികസനം നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മണ്ഡലത്തിൽ ഉടനീളം ജനങ്ങളെ കാണുമ്പോൾ വികസനത്തെക്കുറിച്ചും അതേപോലെ തന്നെ മണ്ഡലത്തിൽ നടപ്പാക്കാത്ത പദ്ധതികളെക്കുറിച്ചുമാണ് പരാതി. മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നടപ്പിലാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് പരാതി. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ പകുതിയോളം ആളുകൾ അവർക്ക് വെള്ളം ലഭിച്ചില്ല എന്നുള്ള പരാതിയാണ്. അതുപോലെ നിരവധി പരാതികളാണ്. ആശുപത്രി വലിയൊരു കെട്ടിടം പണിതെങ്കിൽ അതിൽ ജീവനക്കാരില്ല, അതിൽ വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇല്ല, അങ്ങനെ നിരവധി പരാതികൾ. അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസനമൊന്നും നടന്നില്ല എന്നുള്ള പരാതിയുണ്ട്. പിന്നെ കേരളത്തിലുടനീളമുള്ളതുപോലെ എല്ലാവരും അയ്യപ്പന് ആണ് വോട്ട് എന്ന് ആണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ UDFന്റെ ഒരു തരംഗം അത് ചിറ്റൂരും വലിയ രീതിയിൽ അത് പ്രതിഫലിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ഉണ്ടായത്. അതൊക്കെ ഇത്തവണ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. 100%. ഇവിടെ CPM പാർട്ടിക്കകത്തുള്ള വലിയൊരു വിഭാഗം അവരുടെ പാർട്ടിയിൽ നിന്ന് മാറി UDFുമായി സഹകരിച്ച് വലിയ വിജയമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ 2 പഞ്ചായത്തുകൾ കഴിഞ്ഞ 10 വർഷമായിട്ട് UDFിൻ്റെ കയ്യിലില്ലായിരുന്ന പഞ്ചായത്ത് തിരിച്ചു ലഭിച്ചു. 5 വർഷമായി ഇല്ലായിരുന്ന മുനിസിപ്പാലിറ്റി തിരിച്ചു ലഭിച്ചു. ചിറ്റൂരിലെ ജനങ്ങൾ UDFിനോടൊപ്പമാണ്. അതേസമയം താങ്കളുടെ ഒപ്പം പ്രവർത്തിച്ച KC പ്രീത് DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അതൊക്കെ ഒരു തിരിച്ചടിയാവുമോ? അത് അങ്ങനെ ഒരു തിരിച്ചടി ഞാൻ പ്രീതമായിട്ട് സംസാരിച്ചാണ്. സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണ്. DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുള്ളൂ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുമായിട്ട് സഹകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി തന്നെ ഉണ്ടാവും. യുവാക്കൾ തമ്മിലാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടെ തന്നെ നടക്കുന്നു. എന്തായാലും വിജയാശംസകൾ. താങ്ക് യു. എന്തായാലും ആവേശം തന്നെയാണ് സുമേഷ് അച്യുതന്റെ പ്രചരണത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്യാമറാമാൻ രമേശ് രാമനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.